ഇപ്പൊ ഒരു കുട്ടി ഒരു ഉം, വയസ്സാവുമ്പോൾ ഉം, അടുത്ത കുട്ടി ചിലപ്പോ അമ്മയുടെ ഉം, വയറ്റിൽ ഉം, ഉണ്ടാവുന്ന ഉം, അവസ്ഥകൾ ഉം, നമ്മൾ ഉം, കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ രണ്ട് കുട്ടികൾ തമ്മിൽ 4 5 ഉം, വയസ്സ് കൃത്യമായി വേണമെന്ന് ഉം, ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഉം, ഉം, ശരിക്കും രണ്ട് കുട്ടികൾ തമ്മിൽ എത്ര വർഷത്തെ ഉം, ഗ്യാപ്പ് വേണം? ഉം. നമ്മൾ പറയുന്നത് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒരു ഗ്യാപ്പിൽ ഉം, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, ഉം, അടുത്ത കുഞ്ഞ് വരുമ്പോഴേക്കും ഉം, ഇവൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് വെച്ചാൽ ആ ഉം, കുഞ്ഞിൻ്റെ ഹൈറ്റും വെയ്റ്റും ഉം, മെൻ്റൽ ഡെവലപ്മെൻറ്റ്സും സോഷ്യൽ ഡെവലപ്മെൻറ്റ് എല്ലാം നല്ല മെച്യൂറായിട്ട് ഉം, ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉം, ഇവിടെ കുഞ്ഞിൻ്റെ ഹെൽത്ത് മാത്രമല്ല അമ്മയുടെ ഹെൽത്തും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഉം, അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഉം, കുഞ്ഞിന് 2 വയസ്സ് വരെ നല്ലപോലെ മുലയൂട്ടണം, ഉം. നല്ലപോലെ പരിചരിക്കണം. അതെ. അതുകൂടാതെ തന്നെ അമ്മയുടെ ഒരു ആരോഗ്യം ഇപ്പോൾ ഉം, അടിക്കടി ഗർഭധാരണമൊക്കെ വന്നു ഉം, കഴിഞ്ഞാൽ അമ്മയുടെ ആരോഗ്യത്തിന് അത് കാര്യമായിട്ട് അത് ഉം, ബാധിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ അതിൽ തന്നെ നമ്മൾ സിസേറിയൻ സെക്ഷനൊക്കെ ചെയ്ത അമ്മയുടെ കേസാണെങ്കിൽ ഉം, ആ സിസേറിയൻ്റെ വൂണ്ട് ഹീലാവാൻ അല്ലെങ്കിൽ ആ വൂണ്ടിൻ്റെ ഹെൽത്ത് എത്രയുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ആയിരിക്കും അടുത്ത പ്രഗ്നൻസി വരുമ്പോഴേ. ഉം, അപ്പോൾ പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾക്ക് അത് അവരെ പ്രത്യേകം അഡ്വൈസ് ചെയ്തിട്ടാണ് വിടാറ്. ഉം, കാരണം സിസേറിയൻ ആണെങ്കിൽ ഉം. നമ്മൾ ഗർഭപാത്രം തീർച്ചയായിട്ടും ഇതൊക്കെ വികസിക്കുമ്പോൾ അതെ. തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ. ഉം, അപ്പോൾ നമ്മൾ പലപ്പോഴും അത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്തിട്ട് ഉം, ഈ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്ത് ആ സ്കാറിൻ്റെ അവിടുത്തെ ഹെൽത്ത് എങ്ങനെ നോക്കും നമ്മൾ. ഉം, കാരണം അടുത്തൊരു പ്രഗ്നൻസിയിലേക്ക് പോകുമ്പോൾ ഉം, ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുമ്പോൾ ഉം, തീർച്ചയായിട്ടും അതൊരു ഹൈ റിസ്ക് ആണ് ആ ഉം, കേസിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഉം, തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെ പോയാലും ഉം, നമ്മളിപ്പോൾ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഒരു 2 വയസ്സ് ആ കുഞ്ഞിന് ആയ ശേഷം ഉം, മുലയൂട്ടലൊക്കെ കംപ്ലീറ്റ് ആയ ശേഷം ഉം, അടുത്തേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെയും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ആരോഗ്യമായിട്ട് നമുക്ക് അവരെ പിന്നെ അവർക്കുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓൾവേസ് പിന്നെ വേറെ വിഷയങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതെ, പലരും ഉണ്ട്. അതെ, പറയാൻ വെച്ചാൽ എൻ്റെ സർവീസ് നിങ്ങൾക്ക് ഉടനെ കിട്ടട്ടെ എന്നുള്ളൊരു കാര്യം പീഡിയാട്രീഷ്യൻ ആണല്ലോ. അതെ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഉം, ബന്ധപ്പെടും, വിളിക്കും, പല ഇഷ്യൂ ചോദിക്കും, ഇതൊക്കെയുണ്ട്. പക്ഷേ പലരും എന്നോട് പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിരുന്നു വേറെ കല്യാണത്തിന് പോയപ്പോൾ. ഉം. അപ്പോൾ അവിടെയും ഈ കല്യാണം കുഞ്ഞായിട്ടില്ല. കാരണം അവർ പറഞ്ഞാൽ ഒന്ന് സെറ്റായ ശേഷം ആവാം അതെ. പലപ്പോഴും ഉം, ഉണ്ട് പല ഉം, കേസുകളിലും ഉണ്ട്. ഉം, അപ്പോൾ സാമ്പത്തികമായിട്ടും ശരിക്കും നമ്മൾ കുഞ്ഞിനെ പിന്നെ ചിലർ പറയുന്നുണ്ട് കുഞ്ഞ് ഉം, ജനിച്ചു ദൈവം തന്ന കുഞ്ഞാണ്. ഉം. അതിന് അന്നം കൂട്ടാനുള്ള അതെ, ദൈവം അതെ, തന്നെ അതെ. തരുമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഉം, എന്നാലും എങ്ങനെ പോയാലും നമ്മൾ തീർച്ചയായിട്ടും അവരെ നല്ലപോലെ പരിചരിച്ചും ഉം, പരിപാലിച്ച് ഉം, കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർണ്ണ സ്നേഹം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉം, കാരണം ഒരു കുഞ്ഞ് ജനിച്ച് അടുത്ത കുഞ്ഞും ഉടനെ വരുമ്പോൾ ഉം, വിഷയം ഉണ്ടാകുന്ന ചിലപ്പോൾ മൂത്ത കുഞ്ഞിന് ചെറിയൊരു അപകർഷത ബോധം വെച്ചാൽ രണ്ടാമത്തെ കുഞ്ഞിനെ എല്ലാവരും വീണ്ടും ലാളിക്കുന്നു, അതെ, അതെ, അതെ. കൊഞ്ചിക്കുന്നു, വരുന്നു, ഉം, നോക്കുന്നു. അപ്പോൾ മൂത്ത കൊച്ച് ഇങ്ങനെ ഉം, മാറി നിന്നിട്ട് അത് ശ്രദ്ധിക്കുന്നു, ഉം, എന്നെ ആരും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂത്ത കുഞ്ഞ് മറ്റേ ഉം, കുഞ്ഞിനെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും, ഉം, ചെറിയ രീതിയിൽ ഉപദ്രവിക്കും, പ്രശ്നങ്ങൾ വാശി കൂടും. ഉം, അവൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ ഒത്തിരി ഉം, വ്യത്യാസങ്ങളൊക്കെ ഇതൊക്കെ വരും. അപ്പോൾ മൂത്ത കൊച്ച് എപ്പോഴും ഒന്ന് സെറ്റായി ഉം, അവനൊന്ന് റെഡിയായി കഴിയുമ്പോൾ ഉം, അടുത്ത കുഞ്ഞുണ്ടാകുമ്പോൾ ഉം, രണ്ടുപേരും ഒരുമിച്ച് ഭംഗിയായിട്ട് കൂട്ടായിട്ട് അങ്ങ് അതിൽ ഉം, മൂത്ത കൊച്ച് ഇളയ കൊച്ചിനെ നോക്കി തന്നെ പരിപാലിച്ച് അവൻ അമ്മയെ സഹായിച്ചും നമുക്ക് പ്രോപ്പറായിട്ട് ഉം, വളർത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഉം. ഐഡിയയിൽ ഒരു 2 വയസ്സ് ആയി മുലയൂട്ടൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം അടുത്തതിലേക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം എപ്പോഴും നല്ലത്. നല്ലത്.